പിന്നെയും സംശയം തീരാത്ത ചിലരുണ്ട്. അവർ ചോദിക്കുന്നത്, ഇത്രയൊക്കെ തെമ്മാടിത്തരം കാണിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇവനെ താങ്ങി നടക്കുന്ന ഷാഫിക്കും ഇത്ര വലിയ പിന്തുണ എന്ന്. അതാണ് PR വർക്ക്. അതായത് പണം നൽകി വ്യാജമായി ഉണ്ടാക്കുന്ന പ്രൊമോഷൻ. അതിനായി പ്രവർത്തിക്കുന്ന ടീമിന് പണം നൽകിയാൽ പോസ്റ്റുകളും അതിനടിയിലുള്ള വിവിധ ഐഡികളിൽ നിന്നായിട്ടുള്ള വിവിധ സപ്പോർട്ടിങ് കമന്റുകളും അവരുണ്ടാക്കി തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ തുറന്നാൽ ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ കാണാം. രാഹുൽ മാങ്കാണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവനെ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും അതിനടിയിലുള്ള കമന്റുകളൊക്കെ നെഗറ്റീവ് ആണ്. പക്ഷേ ആ പോസ്റ്റ് ഉണ്ടാക്കിയ PR ടീം തന്നെയാണ് അതിനടിയിലുള്ള മഹാഭൂരിപക്ഷം കമന്റുകളും തയ്യാറാക്കുന്നത്. ആ ഐഡികളൊന്നും നിലവിലുണ്ടാവില്ല. ചെറിയ വാക്കുകളിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡികൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഐഡികളൊക്കെ ഉണ്ടാവും. ഐഡികളിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, പ്രൊഫൈൽ ലോക്ക്ഡ് എന്ന് കാണിക്കും 90%. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് അവരെ കൂടെ കൂടുന്നത് ശുദ്ധഗതിക്കാരാണ്. അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ. മറ്റ് സപ്പോർട്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയെ പറഞ്ഞ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞ വിഭാഗക്കാർ. ലക്ഷങ്ങളും കോടികളും മുടക്കി ഇത്തരം സ്പ്രെയ്ഡ് പ്രൊമോഷനുകളിലൂടെ നേതാക്കളായവരാണ് ഷാഫിയും മാങ്ങേണ്ടിയും ഫിറോസുമെല്ലാം. അത് മനസ്സിലാക്കിയവർ ഇപ്പോൾ അത് വിളിച്ചു പറയുന്നുണ്ട്, റീൽസ് അല്ല റിയൽ ആണ് വേണ്ടത് എന്നാൽ അങ്ങനെ പറഞ്ഞവരെ, VD സതീശൻ അടക്കമുള്ളവരെ ഒതുക്കാനും ഇതേ PR ഏജൻസിയെ നിയോഗിച്ച് പച്ച തെറിയുടെ പൊടിപൂരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വെട്ടുകിളി കൂട്ടങ്ങൾ നടത്തുന്നത്.